അല്ല ഗൈസ്, ഞങ്ങളിന്ന് വാഗമണ്ണ് കുരിശുമല കയറുന്നതാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്, ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ കയറി നോക്കുകയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ സ്ഥലം എത്തിയിട്ടുണ്ട്. നല്ല വ്യൂ ആണ്, എല്ലാവരും വരിക, നല്ല വ്യൂസാണ്. ഇനി അടുത്ത് മൂന്നാമത്തെ സ്ഥലത്തേക്കാണ്. മൂന്നാമത്തെ സ്ഥലത്തേക്ക് ഇത്രയും ദൂരമുണ്ട്, എന്നാലും കയറ്റമുണ്ട്. എന്നാലും നമുക്ക് കയറണം, അങ്ങറ്റം വരെ കയറി എത്തിയേ പറ്റൂ. നമുക്ക് നോക്കാം മണ്ടയിലേക്ക് പോകുമ്പോൾ. ഇതിപ്പോൾ മണ്ടയിലേക്ക് കയറുകയാണ്. ഒരു കുത്തനെയുള്ള പാറയാണ്, എന്നാലും കയറുകയാണ്. എന്നാ പാറയ്ക്ക് ചവിട്ടി കയറുകയാണ്. വീണ് കഴിഞ്ഞാൽ പല്ലും കാണൂല, ഒന്നും കാണൂല, എന്നാലും കയറുകയാണ്. കുഴപ്പമില്ല, മണ്ടയിലെത്താറായി. ഇത് രണ്ടാമത്തേന് മൂന്നാമത്തേലേക്ക് പോകുമ്പോൾ ഉള്ള വ്യൂസാണ്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അങ്ങനെ നമ്മൾ നടന്ന് മൂന്നാമത്തെ സ്ഥലത്തെത്തി. മൂന്നാമത്തെ ഇതാണ് ഇത്. യേശുമിശിഹ ഒന്നാം സ്ഥലത്ത് വീഴുന്ന സ്ഥലമാണിത്. പിന്നെ ഇവിടെ നിന്ന് നാലാമത്തെ ഇതിലേക്കാണ് പോകുന്നത്. അങ്ങനെ മൂന്നാമത്തെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെയാണ്, അത് കാണുന്നതാണ് മൂന്നാമത്തെ സ്ഥലം. അങ്ങനെ മൂന്നാമത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈശോ വഴിയിൽ മാതാവിനെ കാണുന്ന സ്ഥലമാണ്, അവിടെ എത്തിയിട്ടുണ്ട്. ഒരു തിരുത്തുണ്ട് ഇപ്പോൾ കഴിഞ്ഞത്. നാലാമത്തെ സ്ഥലമാണ്. ഇനി പോകുന്നത് അഞ്ചാമത്തേലേക്കാണ്. അങ്ങനെ അഞ്ചാമത്തെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അഞ്ചാമത്തെ സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു എന്നാണ് അഞ്ചാമത്തെ സ്ഥലം. ഇനി ആറാമത്തെ സ്ഥലമാണ്. ആറാമത്തെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വന്ന് കാണാനായാലും നല്ലൊരു പ്ലേസാണ്. കയറുമ്പം നല്ല വ്യൂ പോയിൻ്റ് ഇഷ്ടം പോലെ കാണാൻ നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക. ഇതാണ് ആറാമത്തെ സ്ഥലം. ഫെറോനിക്ക മിശിഹയുടെ തിരുമുഖം തുടയ്ക്കുന്നു. അതാണ് ഈ സ്ഥലം ആറാമത്തെ. ഇതിന് ഏഴാമത്തെ സ്ഥലമാണ്. ഏഴാമത്തെ സ്ഥലത്തിലേക്കുള്ള വ്യൂ പോയിൻ്റാണിത്. ഇതിപ്പോൾ ഏഴാമത്തെ സ്ഥലത്തേറെ കാണുന്നതാണ്. ഏഴാമത്തെ സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ പോയിൻ്റാണിത് മൊത്തം. ഇത് ഏഴാമത്തെ സ്ഥലമാണ്. ഏഴാമത്തെ സ്ഥലം യേശുമിശിഹ രണ്ടാം പ്രാവശ്യവും വീഴുന്നു എന്നുള്ള സ്ഥലമാണ്. ഇനി അടുത്ത എട്ടാമത്തെ സ്ഥലമാണ്. എട്ടാമത്തെ സ്ഥലത്തേക്ക് കയറുമ്പോൾ തന്നെ എല്ലാവർക്കും കാണാൻ നല്ല കോടമഞ്ഞാണ്. നല്ല രീതിക്ക് തന്നെ കോടമഞ്ഞുണ്ട്. കാരണം ചൂടും അറിയുന്നില്ല, നല്ല ഒരു കോടമഞ്ഞിൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഫുള്ള് കോടമഞ്ഞ് ഇറങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ കോടമഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എട്ടാമത്തെ സ്ഥലമാണ്. എട്ടാമത്തെ സ്ഥലം യേശുമിശിഹ ദേവസ്വ നഗരിയിൽ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന സ്ഥലമാണ്. അടുത്തതിന്
9ാമത്തെ സ്ഥലത്തേക്കാണ്. നല്ല തിരക്കുണ്ട്. ഈ സമയമൊക്കെ നല്ല തിരക്കായിരിക്കും. കാരണം ദുഃഖവെള്ളിയുടെ ഇതായിട്ട് നല്ല തിരക്കായിരിക്കും ഈ സമയം. അങ്ങനെ 9ാമത്തെ സ്ഥലം എത്തിയിട്ടുണ്ട്. 9ാമത്തെ സ്ഥലം എന്ന് വെച്ചാൽ ഈശോ 3-ാം പ്രാവശ്യം വീഴുന്ന സ്ഥലമാണ്. അങ്ങനെ ഇനി 10ാമത്തെ സ്ഥലത്തേക്കാണ് പോകുന്നത്. 10ാമത്തെ സ്ഥലം വലിയ ഡിസ്റ്റൻസ് ഇല്ല, കാണുന്നതാണ്. എന്നാലും ഏറ്റവും ഒരുവിധം മേളിലെത്തിയപ്പോൾ തന്നെ താഴേക്ക് നോക്കുമ്പോൾ കാണാം വെള്ള കളറിൽ നിൽക്കണ ഫുള്ള് കോടമഞ്ഞാണ്. നല്ല തണുപ്പുമുണ്ട്. എന്തായാലും എല്ലാവരും വന്നൊന്ന് നോക്കുക, നല്ലൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെ ഇത് 10ാമത്തെ സ്ഥലമാണ്. അതെ 10ാമത്തെ സ്ഥലം ദിവ്യരക്ഷകൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു എന്ന സ്ഥലമാണ് 10ാമത്തേത്. ഇനി 11ാമത്തെ സ്ഥലമാണ്. ഇനി വലിയ ദൂരമില്ല, ടോട്ടല് 14 സ്ഥലമാണ് വരുന്നത്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇനി അടുത്ത 11ാമത്തെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതാണ് 11ാമത്തെ സ്ഥലം. 11ാമത്തെ സ്ഥലം ഇത്ര ഹൈറ്റും കൂടെ ഉണ്ട് കയറാൻ. 11ാമത്തെ സ്ഥലം യേശുമിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു എന്ന സ്ഥലമാണിത്. അടുത്ത് 12ാമത്തെ സ്ഥലത്തേക്കാണ്. യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച് നിൽക്കുന്ന സ്ഥലത്തേക്കാണ്. ഈ 12ാമത്തെ സ്ഥലമാണ്. ആ കാണുന്നതാണ് 12ാമത്തെ സ്ഥലം. ഈ മനുഷ്യ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടുനിന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോനുണ്ട്, അത് പൂർത്തിയാവുന്നതുവരെ ഞാൻ കർത്താവെ അങ്ങ്
അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ അവരെയുള്ള സംഭവം ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങ് ആശ്വസിപ്പിക്കണമേ. അല്ലേ 14-ാമത്തെ സ്ഥലം? 14. പക്ഷെ വെള്ളറട നമ്മള് ഇതാണ് 14-ാമത്തെ സ്ഥലം. 14-ാമത്തെ സ്ഥലം എത്താറായി. ഈ കാണുന്നതാണ് 14. യേശുമിശിഹായെ മൃതദേഹം കല്ലറയിൽ അടക്കുന്ന സ്ഥലമാണ് 14-ാമത്തെ സ്ഥലം. നേരത്തെ മണ്ടയിലുള്ള പള്ളിയാണ് 14-ാമത്തെ സ്ഥലത്ത്. അവിടെയുള്ള കാഴ്ചയാണ് ഇത് മൊത്തം. കരളിന്റെ ഉള്ളം വളരുന്നു, ദുഃഖങ്ങൾ തളരുന്നു, ഭൂമി ഉരുകുന്നു.